ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ യു എയിലുള്ളവർക്ക് വെക്കേഷനാണ് ജൂലൈ ഓഗസ്റ്റ്. അപ്പോൾ നമ്മൾ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കും കാര്യങ്ങളും അതുപോലെ അസുഖവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാനൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മാസത്തേക്ക് ഒന്നല്ല 2 മാസത്തേക്ക് ഇവിടെ ഇല്ല. ഞാനും കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വീട് മൊത്തം ഡീപ്പ് ക്ലീനൊക്കെ ചെയ്ത് അത്യാവശ്യം മാറ്റും കാര്യങ്ങളൊക്കെ റോൾ ചെയ്തൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പെരുന്നാളാകുമ്പോഴത്തേനും നമുക്ക് ബെഡ്ഷീറ്റൊക്കെ എന്തായാലും മാറ്റി വിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നോമ്പാണ് കേട്ടോ. അപ്പം മോൾക്ക് ഈവനിങ് ആയപ്പം എന്താണേലും കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവൾ തന്നെ ഉണ്ടാക്കിയ റെസിപ്പി കേക്കാണ് കേട്ടോ. ഇത് തന്നെ യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ജസ്റ്റ് ഓവനിൽ വെക്കാനൊക്കെ ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. അവൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴും കഴിക്കാം, നാളെ പെരുന്നാളിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും കഴിക്കാമെന്ന് പറഞ്ഞാണ് അവൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ടോപ്പിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനതൊന്ന് സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് തണുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഉണ്ടാക്കിയതാണ് ഇടിയപ്പം. നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫ് കറി ഉണ്ടാക്കി. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ലേറ്റായിട്ടാണ് കഴിച്ചത്. അതിനുശേഷം എന്താണേലും ഒന്ന് റെസ്റ്റ് എടുക്കണം, എല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങണം, എന്നിട്ട് പോകാനായിട്ട് റെഡി ആകണമല്ലോ. അപ്പം പിന്നെ ലഞ്ചും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സാധാ ചോറാണ് ഉണ്ടാക്കിയത്. ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു മോര് കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് പോകുമ്പോഴത്തേനും കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിയും തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ നമ്മളൊരു 4 മണി അടുപ്പിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 6, 6:30 ആയിട്ടുണ്ട്, 6:15 ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ മുസഫ എത്തിയപ്പം. അപ്പം നമുക്ക് രാത്രി 2 മണിക്ക്, വെളുപ്പിന് 2 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഈ മാർക്ക് ആൻഡ് സേവ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുസഫയിലുള്ള മാർക്ക് ആൻഡ് സേവിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പോയി കണ്ടപ്പോഴത്തേനും കൊള്ളാം, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെയാണ്. അവരുടെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 3.99 ആ ഒരു റേറ്റിലാണ് സ്റ്റാർട്ടിങ് കണ്ടത്. പിന്നെ 4.99, 5.99 ആ ഒരു രീതിയിലാണ് പ്രൈസും കാര്യങ്ങളൊക്കെ. ഈ ഡെക്കോർ ഐറ്റംസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇനിയൊരു ദിവസം ഇപ്പോൾ നമ്മൾ നാട്ടിലേക്കല്ലേ പോകണത്, അപ്പോൾ പൊട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടത്തേക്ക് വേണമെങ്കിൽ മേടിക്കാം, ഇനിയൊന്ന് പോകാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. വലിയ കുഴപ്പമില്ല, ക്വാളിറ്റി നേരം കണ്ടിട്ട് വലിയ പ്രശ്നമില്ലാത്ത പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഇതാ ഒരു 10:30 ആയപ്പോഴത്തേനും എയർപോർട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഈവനിങ് ഫുഡൊക്കെ കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാത്രി 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ ലോഞ്ചിൽ നിന്ന് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഹസ്ബൻഡിന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 10:30 ആയപ്പോൾ തന്നെ വിടുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. നമ്മൾ റിലാക്സ് ചെയ്ത് വാഷ്റൂമിൽ പോയി നിസ്കരിച്ചു. പിന്നെ ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു 2 മണിയോട് അടുപ്പിച്ചായപ്പോഴത്തേനും ബോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ ബോർഡ് ചെയ്യുന്ന സമയമാണ് ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് കയറിയിരുന്ന് നല്ല ഉറക്കമായിരുന്നു എല്ലാവരും കേട്ടോ. അത്രയും ടയേർഡായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേനും നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ബാഗും ലഗേജൊക്കെ കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഭയങ്കര ഹാപ്പിയാണല്ലേ. എയർപോർട്ട് ഈ ഒരു സമയത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ തിരിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് UAE വരുന്ന സമയം എയർപോർട്ടിൻ്റെ ആ പരിസരമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമവും ദേഷ്യമൊക്കെയാണ്. തിരിച്ചു പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ വീട് എത്തിയപ്പോഴത്തേനും ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ് ഇവിടെ കേട്ടോ നാട്ടിൽ. അപ്പം പെരുന്നാളിൻ്റെ നമുക്ക് ഉളുഹിയയുടെ ഷെയർ ഉണ്ടല്ലോ, പള്ളിയിൽ അറുത്ത് കൊടുക്കുന്നതിൻ്റെ ഷെയറൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യണം ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ എല്ലാം നിരന്ന് കിടപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ആയിട്ട് പുതിയ വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.